12:15 ഒരു ക്ലോക്കിലെ രണ്ട് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? ഇവിടെ നമുക്ക് 12 മണിക്കൂർ 15 മിനിറ്റിന് ഒരു ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. തന്നിരിക്കുന്ന സമയം 12 മണിക്കും 1 മണിക്കും ഇടയിലാണെങ്കിൽ തന്നിരിക്കുന്ന സമയത്തിലെ മിനിറ്റിനെ 11 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കോണളവ് കിട്ടും. അപ്പോൾ ഇവിടെ മിനിറ്റ് 15 ആണ്. ആ 15നെ 11 കൊണ്ട് ഗുണിക്കുന്നു, 165 വരും. 165ൻ്റെ പകുതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോണളവ് കിട്ടും. 165ൻ്റെ പകുതി 160ൻ്റെ പകുതി 80, 5ൻ്റെ പകുതി 2.5. അപ്പോൾ 82.5 ഡിഗ്രി ആയിരിക്കും കോണളവ്. ശരി ഉത്തരം ഓപ്ഷൻ എ, 82.5 ഡിഗ്രി. 14, 20, 26 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 40-ാം പദം എന്ത്? ഇവിടെ ഒരു സമാന്തര ശ്രേണി നൽകിയിട്ടുണ്ട്. അതിൻ്റെ 40-ാം പദം കണ്ടുപിടിക്കണം. അപ്പോൾ സമാന്തര ശ്രേണിയുടെ 40-ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ സമാന്തര ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം അറിയണം. xn സമം a പ്ലസ് n-1 d ആണ്. n-ാം പദം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം a പ്ലസ് n-1 d. ഇതിലെ ഈ ശ്രേണിയുടെ ആദ്യ പദമാണ്. ഇവിടെ ആദ്യ പദം 14, a സമം 14 എന്നെടുക്കാം. നമുക്ക് 40-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് n-ന് 40 എന്ന് കൊടുക്കുക. d ഈ പ്രോഗ്രഷൻ്റെ പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം കാണാനായിട്ട് 2-ാം പദത്തിൽ നിന്ന് 1-ാം പദം കുറച്ചാൽ മതി. അതായത് 20 നിന്ന് 14 കുറയ്ക്കുക. അപ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ d 6. അപ്പോൾ 40-ാം പദം കാണുന്നതിനായിട്ട് ഈ ഇക്വേഷനകത്ത് ഈ തന്നിരിക്കുന്ന വാല്യൂസ് കൊടുക്കുക. അപ്പോൾ 14 പ്ലസ് n 40 ആയതുകൊണ്ട് n-1 39 ആവും. 39 ഗുണം 6 എന്ന് വരും. അതായത് 14 പ്ലസ് 39 ഗുണം 6 234 വരും. 234-ഉം 14-ഉം കൂടെ കൂട്ടുമ്പോൾ 248. അപ്പോൾ ഈ പ്രോഗ്രഷൻ്റെ 40-ാം പദം 248. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട്? ഇവിടെ ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 60% ആൺകുട്ടികളാണെന്ന് നൽകിയിരിക്കുന്നു. കൂടാതെ പെൺകുട്ടികളുടെ എണ്ണം 500 എന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ ഓർക്കുക, ഈ സ്കൂളിൽ ആകെ കുട്ടികളുടെ 60% ആൺകുട്ടികൾ, ബോയ്സ്. അങ്ങനെയാണെങ്കിൽ ഗേൾസിൻ്റെ ശതമാനം എത്രയാണ്? ഗേൾസിൻ്റെ ശതമാനം കാണുന്നതിനായിട്ട് 100-ൽ നിന്ന് 60 കുറയ്ക്കുക. അപ്പോൾ 40 എന്ന് കിട്ടും. അതായത് ആകെ കുട്ടികളുടെ 40% പെൺകുട്ടികൾ. ഈ 40%-ൻ്റെ എണ്ണമാണ് 500 എന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആകെ കുട്ടികളുടെ 40% എന്ന് പറയുന്നത് 500 ആണ്. നമുക്ക് 60% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. കാരണം 60% ബോയ്സിൻ്റെ ശതമാനം. അപ്പോൾ 40% 500 ആണെങ്കിൽ 10% എത്ര വരും? 40-നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 10 കിട്ടുമല്ലോ. അപ്പോൾ 10% കാണുന്നതിനായിട്ട് 500-നെ 4 കൊണ്ട് ഹരിക്കുക. 500/4 125 വരും. അപ്പോൾ ആകെ കുട്ടികളുടെ 10% എന്ന് പറയുന്നത് 125 ആണ്. നമുക്ക് 60% കണ്ടുപിടിച്ചാൽ മതി. 60% കാണുന്നതിനായിട്ട് 125ൻ്റെ 6 ഇരട്ടി എടുക്കുക. 125 ഗുണം 6 കാണുക. കാരണം 10%-ൻ്റെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 60% കിട്ടും. അപ്പോൾ 125 ഗുണം 6 കണ്ടാൽ മതി. 125 ഗുണം 6 750 വരും. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം 750. ശരി ഉത്തരം ഓപ്ഷൻ എ. 5 പേർ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. പിയുടെ മുന്നിലായി എസും ക്യൂവിന് പിന്നിലായി ടിയും പിക്കും ക്യൂവിനും മധ്യത്തിലായി ആറും നടക്കുന്നു. എങ്കിൽ ഏറ്റവും മധ്യത്തിലായി നടക്കുന്നത് ആര്? ഇവിടെ 5 പേർ ഒരു വഴിയിലൂടെ നടക്കുന്നുണ്ട്. പിയുടെ മുന്നിലായിട്ടാണ് എസ്. അപ്പോൾ നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. പിയുടെ മുന്നിൽ എസ്. അപ്പോൾ മുന്നിൽ പോകുന്നയാൾ വലതുവശത്ത് വരുന്ന രീതിയിൽ നമുക്ക് അടയാളപ്പെടുത്താം. പിയുടെ മുന്നിൽ എസ് വന്നു. ക്യൂവിന് പിന്നിലായിട്ട് ടി. അപ്പോൾ ഇവിടെ ക്യൂ ആണ് മുന്നിൽ, ടിക്ക് മുന്നിലായിട്ട് ക്യൂ. അപ്പോൾ ക്യൂവിന് പിന്നിലായിട്ട് ടി വരും. പിക്കും ക്യൂവിനും മധ്യത്തിലായിട്ട് 6 വരണം. അപ്പോൾ പിക്കും ക്യൂവിനും മധ്യത്തിൽ 6 വരണമെങ്കിൽ ഈ ക്യൂ ഇവിടെ അടയാളപ്പെടുത്തിയാൽ പോരാ, ഇവിടെ കൊടുക്കണം. അപ്പോൾ ടിയും ക്യൂവും ഇങ്ങനെ വരണം. ഇതിവിടെ വന്നാൽ പോരാ, പിയുടെ ഇടതുവശത്ത്. ഇനി ഇവർക്ക് മധ്യത്തിലായിട്ട് പിക്കും ക്യൂവിനും മധ്യത്തിലായിട്ട് 6 വരണം. അപ്പോൾ ഈ രീതിയിലാണ് ഇവർ നടന്നു പോകുന്നത്, ഈ 5 പേര്. നോക്കുക, പിയുടെ മുന്നിലായിട്ട് എസ് ഉണ്ട്, ക്യൂവിന് പിന്നിലായിട്ട് ക്യൂവിന് പുറകിൽ ടി ഉണ്ട്, പിയുടെയും ക്യൂവിൻ്റെയും മധ്യത്തിലായിട്ട് 6 വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും മധ്യത്തിലായിട്ട് നടന്നു പോകുന്നത് 6 ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി 6. ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി ചെയ്തു തീർക്കാൻ 45 ദിവസം എടുക്കുന്നു. എന്നാൽ ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ദീപു ഒറ്റയ്ക്ക് ഇതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഇവിടെ 2 പേർ, ജോണും ദീപുവും ചേർന്ന ഒരു ജോലി, അവർ 2 പേരും കൂടെ ആ ജോലി 45 ദിവസം കൊണ്ട് തീർക്കും.
ഇതിൽ ജോൺ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ജോലി 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ ദീപു ഒറ്റയ്ക്ക് ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് രണ്ടാളുകൾ ചേർന്ന് എക്സ് ദിവസങ്ങൾ കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. അതിൽ ഒരാൾ തന്നെ വൈ ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം XY/Y-X ആയിരിക്കും. ഓർക്കുക, 2 പേർ ചേർന്ന് എക്സ് ദിവസങ്ങൾ കൊണ്ടും അതിൽ ഒരാൾ തനിയെ വൈ ദിവസങ്ങൾ കൊണ്ടും ജോലി ചെയ്തു തീർക്കുമെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് ജോലി ചെയ്തു തീർക്കാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം XY/Y-X ആയിരിക്കും. ഇവിടെ ജോണും ദീപുവും ചേർന്ന് 45 ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കും. അപ്പോൾ 2 പേർ ചേർന്ന് ജോലി ചെയ്തു തീർക്കാൻ 45 ദിവസം വേണം. അപ്പോൾ എക്സിന് 45 എന്ന് കൊടുക്കുക. ഇതിൽ ജോൺ ഒറ്റയ്ക്ക് 70 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പോൾ വൈക്ക് 70 എന്നും കൊടുക്കുക. അങ്ങനെയെങ്കിൽ ദീപുവിന് ഒറ്റയ്ക്ക് ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം കാണാനായിട്ട് XY/Y-X എക്സിന് 45 എന്നും വൈക്ക് 70 എന്നും കൊടുത്ത് സോൾവ് ചെയ്യാം. എക്സിന് 45 വൈക്ക് 70 എന്നും കൊടുക്കുമ്പോൾ XY എന്നുള്ളത് 45 ഗുണം 70 എന്ന് വരും. Y-X അതായത് 70 മൈനസ് 45, അതായത് 45 ഗുണം 70 70 45 കുറച്ച് കഴിഞ്ഞാൽ 25. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 25നെയും 45നെയും 5 കൊണ്ട് ഹരിക്കാം. 45നെ 5 കൊണ്ട് ഹരിച്ചാൽ 9, 9×5 45 ആണ്. 25നെ 5 കൊണ്ട് ഹരിച്ചാൽ 5. 70നെ 5 കൊണ്ട് ഹരിക്കാം. 70നെ 5 കൊണ്ട് ഹരിച്ചാൽ 14. 14 ഗുണം 9 വരും 136. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക്, അതായത് ദീപുവിന് ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം 136 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. റൂട്ട് ഓഫ് 15,612 അധികം റൂട്ട് ഓഫ് 154 അധികം റൂട്ട് ഓഫ് 225 സമം ഡാഷ്. അപ്പോൾ ഈ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഒരു റൂട്ടിനകത്താണ് അടുത്ത റൂട്ട് സിമ്പിൾ കിടക്കുന്നത്, അതിനുള്ളിലാണ് അടുത്ത റൂട്ട് സിമ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും ഉള്ളിലുള്ള റൂട്ട് തൊട്ട് വേണം നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ 225ൻ്റെ സ്ക്വയർ റൂട്ടാണ് ഏറ്റവും ഉള്ളിൽ വരുന്നത്. 225ൻ്റെ സ്ക്വയർ റൂട്ട് 15 ആണ്. അപ്പോൾ ഇത് 15. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ റൂട്ടിനകത്താണ് റൂട്ട് ഓഫ് 225 കിടക്കുന്നത്. അതുകൊണ്ട് 154ൻ്റെ കൂടെ ഈ 15ഉം കൂടെ കൂട്ടുക. അപ്പോൾ 169. അപ്പോൾ റൂട്ട് ഓഫ് 169 ആണ് ഇവിടെ വരേണ്ടത്. 169ൻ്റെ സ്ക്വയർ റൂട്ട് 13. അപ്പോൾ ഈ 15,612ൻ്റെ കൂടെ 13 കൂടെ കൂട്ടാം. അപ്പോൾ 15,625 വരും. അപ്പോൾ റൂട്ട് ഓഫ് 15,625 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടേണ്ടതില്ല. നോക്കുക, നമുക്കൊരു ഷോർട്ട് കട്ടുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗം നോക്കുക. അവസാനത്തെ 2 അക്കങ്ങൾ അത് ചേരുന്ന സംഖ്യ 25 ആണ്. 25 അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് അവസാനിക്കുന്നത് 5-ലായിരിക്കും. ഓർക്കുക, 25 അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് അവസാനിക്കുന്നത് 5-ലായിരിക്കും. അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 ആണ്. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി തന്നെ. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി 125. 2 ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം 16:25 ആയാൽ അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്ര? ഇവിടെ 2 ഗോളങ്ങളുടെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം 16:25 നൽകിയിട്ടുണ്ട്. നമുക്ക് അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം കണ്ടുപിടിക്കണം. ഓർക്കുക, ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം V = 4/3 πr³ ആണ്. നമുക്കിവിടെ 2 ഗോളങ്ങളുണ്ട്. അതുകൊണ്ട് അവയുടെ ആരങ്ങൾ R1 എന്നും R2 എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവയുടെ വ്യാപ്തങ്ങൾ എന്ത് വരും? 4/3 πr1³ 4/3 πr2³. ഇവ തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇവയെ ഭിന്നസംഖ്യാ രൂപത്തിലൊന്ന് എഴുതാം. അതായത് 4/3 πr1³ 4/3 πr2³ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അവർക്ക് ഇവിടെ അംശത്തിലും ഛേദത്തിലും 4/3 π ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അത് ക്യാൻസൽ ചെയ്താൽ ഇത് r1³ r2³ എന്ന് കിട്ടും. അപ്പോൾ r1³ r2³ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യാപ്തങ്ങളുടെ അംശബന്ധം കിട്ടും. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ r1/r2 അറിയണം. r1/r2 കണ്ടുപിടിക്കുന്നതിനായിട്ടാണ് നമുക്ക് ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം നൽകിയിരിക്കുന്നത്. ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് കാണുന്നതിനുള്ള സൂത്രവാക്യം A = 4πr² ആണ്. അപ്പോൾ ഇവിടെ 2 ഗോളങ്ങളുണ്ട്. അവയുടെ ആരങ്ങൾ നമ്മൾ R1 എന്നും R2 എന്നും എടുത്തു. അതുകൊണ്ട് അവയുടെ ഉപരിതല പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം അത് നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയാൽ 4πr1²
4πr² സമം 16/25 എന്ന് വരും. അംശബന്ധം 16:25 എന്നുള്ളത് ഭിന്നസംഖ്യ രൂപത്തിൽ 16/25 എന്ന് വരും. ഇവിടെ നമുക്ക് 4π അംശത്തിലും ഛേദത്തിലും ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. അതായത് r1² സമം 16/25. അങ്ങനെയാണെങ്കിൽ r1/r2 കാണുന്നതിനായിട്ട് ഇവിടെ വലതുവശത്തുള്ള 16-25 സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അതായത് 4/5 എന്ന് വരും. r1/r2 4/5 ആണെങ്കിൽ r1³ എന്നുള്ളത് 4³ തുല്യമായിരിക്കും. 4³ 64, 64/5³ 125. അപ്പോൾ അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 64:125 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 64:125. ഹരണത്തിനെ അധികമെന്നും ന്യൂനത്തിനെ ഹരണമെന്നും ഗുണനത്തിനെ ന്യൂനമെന്നും അധികത്തിനെ ഗുണനമെന്നും പ്രസ്താവിച്ചാൽ 54 × 6 മൈനസ് 12 × 4 ഡിവൈഡഡ് ബൈ 8 അധികം 16 × 4 അധികം 32/2 സമം ഡാഷ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ഈ സിമ്പൽ അത് അധികത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, കൂട്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ന്യൂനം എന്ന സിമ്പൽ ഹരണം ഡിവിഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഗുണനം എന്ന സിമ്പൽ ന്യൂനത്തിനെ സബ്ട്രാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ അധികം എന്ന സിമ്പൽ, ഈ സിമ്പൽ പ്ലസ് സിമ്പൽ മൾട്ടിപ്ലിക്കേഷൻ ഗുണനത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്നതിനകത്തെ സിമ്പിൾസ് മാറ്റി യഥാർത്ഥ സിമ്പൽ കൊടുക്കാം. അപ്പോൾ 54 നമുക്ക് ന്യൂമറേറ്റർ ആദ്യം ചെയ്യാം. 54 × 6 ഗുണം ന്യൂനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 54 - 6 എന്ന് വരും. അത് ശരിയായിട്ട്. ഇനി ന്യൂനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹരണത്തിനെ. ഭാഗം 12 ഗുണനം ന്യൂനത്തിനെ സൂചിപ്പിക്കുന്നു. 12 - 4. അപ്പോൾ ശരിയായ സിമ്പിൾ കൊടുത്തു. 54 ഇതാ നമുക്ക് ഈ പാർട്ട് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിൽ കിടക്കുന്നത് 54 - 6 കുറച്ചാൽ 48. അപ്പോൾ 48/12 - 4 എന്ന് വരും. ഇനി ഇവിടെ ഹരണക്രിയ ആദ്യം ചെയ്യുക. 48നെ 12 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ ഇത് 4 - 4 എന്നാവും, അതായത് 0. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ അംശം 0 മാറും. അപ്പോൾ ഛേദത്തിൻ്റെ വാല്യൂ എന്ത് തന്നെയാണേലും ഉത്തരം 0 വരും. അംശം 0 വരുന്നുണ്ട്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ സി 0. റെയിൽവേ എന്നതിന് 18, 19, 12, 23, 12, 5 എന്ന രഹസ്യ കോഡ് നൽകിയാൽ സ്റ്റേഷൻ എന്നതിൻ്റെ കോഡ് എത്രയാണ്? അപ്പോൾ റെയിൽവേക്ക് ഇവിടെ ഒരു നമ്പർ കോഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ റെയിൽവേ എന്ന വാക്കിലെ അക്ഷരങ്ങൾക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവയുടെ ക്രമനമ്പറാണ് കോഡായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റേഷൻ്റെ കോഡ് കണ്ടുപിടിക്കുന്നതിന് ഈ സ്റ്റേഷനിലെ അക്ഷരങ്ങളുടെ ക്രമനമ്പർ നമുക്ക് കോഡായിട്ട് കൊടുത്താൽ മതി. സ്റ്റേഷൻ. അപ്പോൾ എസ് എത്രാമത്തെ അക്ഷരമാണെന്ന് നമുക്ക് നോക്കണം. എസ് 19ാമത്തെ അക്ഷരമാണ്. ടി 20ാമത്തെ അക്ഷരമാണ്. അടുത്ത എ 1ാമത്തെ അക്ഷരം. വീണ്ടും ടി 20ാമത്തെ അക്ഷരം. ഐ 9ാമത്തെ അക്ഷരമാണ്. ഒ 15ാമത്തെ അക്ഷരമാണ്. എൻ ഒയ്ക്ക് തൊട്ട് പുറയിൽ വരുന്ന, അതായത് 14ാമത്തെ അക്ഷരം. അപ്പോൾ 19, 20, 12, 0, 9, 15, 14 എന്നുള്ള രൂപത്തിലാണ് കോഡ് വരുന്നത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. BEDC = MPON, GJIH ഡാഷ്. നമുക്ക് ഈ BEDC MPON തമ്മിലുള്ള അതേ ബന്ധം ഉപയോഗിച്ച് GJIH ചേർന്ന് വരുന്ന അക്ഷരക്രമം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. നോക്കുക, ഈ അവസാനത്തെ 3 അക്ഷരങ്ങൾ, ഈ 3 അക്ഷരങ്ങൾ നോക്കുക. CDE ക്രമത്തിനാണ് വരുന്നത്. അപ്പോൾ 4 കൂടെ അടുപ്പിച്ച് എഴുതിയാൽ BCDE എന്ന് വരും. ഇവിടെയും അതുപോലെ തന്നെ. എമ്മിന് ശേഷമുള്ള ഈ 3 അക്ഷരങ്ങൾ NOP, MNOP. അപ്പോൾ ഇത് BCDE, അടുത്തത് MNOP. അങ്ങനെ തുടർച്ചയായ അക്ഷരങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ക്രമം ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നോക്കുക, B 2ാമത്തെ അക്ഷരമാണ്, M 13ാമത്തെ അക്ഷരമാണ്. അപ്പോൾ ബിക്ക് ശേഷം വരുന്ന 11ാമത്തെ അക്ഷരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
ജി ജെ ഐ എച്ചിനോട് ചേർന്ന് വരുന്ന അക്ഷരക്കൂട്ടം കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ ജിക്ക് ശേഷം വരുന്ന 11ാമത്തെ അക്ഷരം എടുക്കണം. അപ്പോൾ ജി 7ാമത്തെ അക്ഷരമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 18ാമത്തെ അക്ഷരം, അതായത് 6. അപ്പോൾ 6നോട് ചേർന്ന് വരുന്ന അടുത്ത 3 അക്ഷരങ്ങൾ എടുക്കാം. RSTU വരും. ഇതിലെ ഈ 3 അക്ഷരങ്ങൾ നമുക്കൊന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതാം. അപ്പോൾ അത് RUTS എന്നാവും. RUTS എന്നാണ് നമുക്ക് വേണ്ട ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ എ.